പ്ലീഡർ നിയമന വിവാദത്തിൽ വി.ഡി. സതീശൻ കെ.എസ്.യു പോര് തുടരുന്നു. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയ കെ.എസ്.യു നേതാക്കൾക്ക് അനുമതി നൽകാൻ വി.ഡി. സതീശൻ തയ്യാറായില്ല. വിമർശനത്തിൽ വസ്തുതകൾ നിലനിൽക്കുന്നുണ്ട്. കെ.എസ്.യു സംസ്ഥാന കമ്മിറ്റിക്ക് അത് കണ്ടില്ലെന്നടിക്കാനാകില്ലെന്നുമാണ് സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിന്റെ നിലപാട്. പ്ലീഡർ നിയമനത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ എതിർത്തും അനുകൂലിച്ചും കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ അതിരൂക്ഷ വിമർശനവുമാണ് കോൺഗ്രസ് വക്താക്കളായ ജിൻഡോ ജോണും വി.ആർ. അനൂപും ഉയർത്തുന്നത്. പെരുച്ചാഴികൾ സാഹചര്യത്തിന്റെ ആനുകൂല്യം പറ്റി പ്രതിച്ഛായ നിർമ്മിച്ച് മുന്നേറും. വന്ന വഴികളും കൈപിടിച്ച മനുഷ്യരും അവർക്ക് വെറും ചവിട്ടുപടികൾ മാത്രമാണെന്നും ജിൻഡോ ജോൺ ഫേസ്ബുക്കിൽ കുറിച്ചു. വഴിവിട്ട പ്ലീഡർ നിയമനത്തിന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്ക് തന്നെയാണെന്ന് കുറ്റപ്പെടുത്തി ലോയേഴ്സ് കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട്. സർക്കാർ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദം കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹം മൂർച്ഛിക്കുകയാണോ? കെ.എസ്.യു നേതാക്കളുമായി കൂടിക്കാഴ്ചയ്ക്ക് മനഃപൂർവ്വം അനുമതി നിഷേധിക്കുകയാണോ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ? കാണാം ആർഡിഎക്സ് റാപ്പ്. മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഇന്നലെയാണ് കെ.എസ്.യു നേതാക്കൾ അനുമതി തേടിയത്. എന്നാൽ കെ.എസ്.യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അടക്കമുള്ള നേതാക്കൾക്ക് കൂടിക്കാഴ്ചയ്ക്കുള്ള അനുമതി നൽകാൻ വി.ഡി. സതീശൻ തയ്യാറായില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കെ.എസ്.യു നേതൃത്വം ബന്ധപ്പെട്ടെങ്കിലും അനുകൂല മറുപടി ലഭിച്ചില്ലെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. വി.ഡി. സതീശന്റെ പരിഹാസത്തിനെതിരെ കെ.എസ്.യു സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. കെ.എസ്.യുവിനെതിരായ വി.ഡി. സതീശന്റെ പരാമർശം പരിധിവിട്ടെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും വിലയിരുത്തുന്നത്. കെ.എസ്.യുവിനെതിരായ പ്രതികരണത്തിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് അനൂപ് വി.ആർ. രംഗത്തെത്തി. എൻ ശേഷാദ്രിനാഥന്റെ നിയമനത്തിൽ പി.എം. നിയാസിനും കൂടിക്കാഴ്ച നിഷേധിച്ചെന്നും അനൂപ് ആരോപിച്ചു. എന്നാൽ വി.ഡി. സതീശനെ പിന്തുണച്ചായിരുന്നു ചാണ്ടിയുമ്മൻ എം.എൽ.എയുടെ പ്രതികരണം. വിവിധ വശങ്ങൾ പഠിച്ചിട്ടായിരിക്കും മുഖ്യമന്ത്രി കാര്യങ്ങൾ പറഞ്ഞതെന്നാണ് ചാണ്ടിയുമ്മന്റെ വാദം. ആർഡിഎക്സ് റാപ്പ് ന്യൂസ് മലയാളം. ആർ.വി. ബാബുവിനും ശശികലയ്ക്കും സമയം കൊടുക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് സമയം കൊടുക്കുന്നില്ല എന്ന് കോൺഗ്രസ് വക്താവ് വി.ആർ. അനൂപ് ചോദിച്ചു. എന്തൊക്കെ നേടിയിട്ടും സ്വന്തം ആത്മാവ് നശിച്ചാൽ എന്താണ് പ്രയോജനമെന്നും അനൂപിന്റെ പരിഹാസം. ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ആർ.വി. ബാബു അദ്ദേഹം ഒരു വർഗീയ വിദ്വേഷ പരാമർശം നടത്തി അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അനുഭാവപൂർവ്വം മുഖ്യമന്ത്രി കേട്ടു എന്നാണ്. അപ്പോൾ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ സ്പിരിറ്റോടുകൂടി ചോദിക്കുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് ആർ.വി. ബാബുവിനും ശശികലയ്ക്കും പോലും വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറിക്ക് കെ.എസ്.യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിന് സമയം ചോദിച്ചാൽ അത് അനുവദിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുവെങ്കിൽ അത് ന്യായമാണ്. അദ്ദേഹം എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്, എല്ലാവരുടെയും മുഖ്യമന്ത്രി ആകേണ്ടതുണ്ട്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കെ.എസ്.യുവിനെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നും അത്തരം വ്യാഖ്യാനങ്ങൾ വേണ്ടെന്നും ചാണ്ടിയുമ്മൻ ഇന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞത് വേരിയസ് ആസ്പെക്ട്സ് പഠിച്ചിട്ടായിരിക്കും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ലോയേഴ്സിനെ വെക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിനുള്ള ഇൻഫർമേഷൻ, അദ്ദേഹത്തിനുള്ള ഒരു നോളജ് എല്ലാവർക്കും അതിനകത്ത് ഉണ്ടാവണമെന്നില്ല. അപ്പം അദ്ദേഹം പഠിച്ചിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും പറയുന്നത്. അപ്പം അത് എല്ലാവർക്കും ചിലപ്പം അറിയണമെന്നില്ല എന്നുള്ളതായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ എന്തിനാണ് വെറുതെ ഒരു അനാവശ്യമായൊരു വിവാദം നമ്മൾ അദ്ദേഹത്തെ വലിച്ചഴക്കുന്നതിനൊക്കെ. പ്ലീഡർമാരെ നിയമിച്ചത് സംഘടനാ ലെറ്റർ പാഡ് നോക്കിയാണെന്നും ബി.ജെ.പിക്കാർ എങ്ങനെ പ്ലീഡർ പട്ടികയിൽ വന്നുവെന്ന് കെ.എസ്.യു നേതാക്കളെ എങ്കിലും ബോധ്യപ്പെടുത്തണമെന്നും P.A. മുഹമ്മദ് റിയാസ് എം.എൽ.എ. ഇന്ന് വിമർശിച്ചു. കെ.എസ്.യു നേതാക്കളെ കാണാൻ സമയമില്ലാത്ത മുഖ്യമന്ത്രിക്ക് RSS നേതാക്കളെ കാണാൻ സമയമുണ്ട് എന്നും DYFI നേതാക്കളും പരിഹസിച്ചു. മുഖ്യമന്ത്രിയുടെ റൈറ്റാണ് കെ.എസ്.യു നേതാക്കന്മാരെ കാണണോ കാണിക്കണോ, സാമുദായിക നേതാക്കന്മാരെ കാണണോ കാണണ്ടേ, വിദ്വേഷ പ്രചാരകരെ കാണണോ കാണണ്ടേ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം, KPCC സെക്രട്ടറിയെ കാണണ്ടേ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം, അനുമതി കൊടുക്കണോ വേണ്ടിയെന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കാണ്. ഇവിടെ വിദ്വേഷ പ്രചരണം നടത്തിയ രണ്ട് വ്യക്തികളെക്കാൾ മുകളിലല്ല KPCC സെക്രട്ടറിയും KSU നേതാക്കന്മാരുമെന്ന് മുഖ്യമന്ത്രി നിശ്ചയിച്ചു എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നലെ നമ്മൾ സംസാരിച്ചതിൽ ഇതിനകത്തുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് വി.ഡി. സതീശൻ 2 മാസം ആകുമ്പോഴേക്ക് സ്വന്തം പാർട്ടിക്കാരോട് ഇങ്ങനെ ബുദ്ധിമുട്ടിലാകുന്നത് എന്ന്. ഹർഷന് മനസ്സിലാവണ്ട? അല്ല, ഏത് കാലത്താണ് ശാന്തസുന്ദരമായ ഒരു UDF ഭരണം ഉണ്ടായിട്ടുള്ളത്? അങ്ങനെ ഒരു സംഗതിയില്ല. കോൺഗ്രസ് ഭരിക്കുമ്പോൾ തീർച്ചയായും അവരെപ്പോഴും ആവർത്തിച്ച് അഭിമാനത്തോടെ പറയാറുള്ളത് പോലെ ജനാധിപത്യ പാർട്ടിയാണ്, ഇതിനുള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയരും എന്നുള്ളതാണ്. അത് ചില ഘട്ടങ്ങളിലൊക്കെ അത് കൊള്ളാമല്ലോ എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. കാരണം ഇത് ഇപ്പോൾ 10 വർഷം ഇവിടെ LDF ഭരിച്ചു. LDF ഭരിക്കുമ്പോൾ DYFIയുടെ ഭാഗത്ത് നിന്നോ SFIയുടെ ഭാഗത്ത് നിന്നോ
ഈ ഭാഷയിൽ അല്ലെങ്കിൽ അതിരൂക്ഷമായ നിശിതമായ വിമർശനങ്ങൾ ഉയരേണ്ട വിഷയങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് ഞങ്ങൾക്കൊന്ന് കാര്യങ്ങൾ ധരിപ്പിച്ചേക്കാം എന്ന് കരുതേണ്ട വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ മട്ടിൽ ഇനിയിപ്പോൾ അവർ കണ്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ ചിലത് ധരിപ്പിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇത് പൊതുസമൂഹം അറിഞ്ഞ് ചർച്ച ചെയ്ത് ഈ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടാവാറില്ല. പക്ഷേ ഇവിടെ പ്രശ്നം വി ഡി സതീശനെ തിരുത്തണം എന്ന് കോൺഗ്രസിനുള്ളിൽ നിന്ന് അതിൻ്റെ യുവജന സംഘടനകൾക്ക് തോന്നുന്നു. അവർക്കത് തോന്നാൻ കൃത്യമായ കാരണങ്ങളുണ്ട്. കാരണം 2019 വരെ സനീഷ് SFIയുടെ പ്രവർത്തകയായിരുന്നയാൾ ഗവൺമെൻറ് ലീഡറായി വരുന്നു, സർക്കാർ അഭിഭാഷകയായി വരുന്നു എന്നുള്ള ഒരു അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ ക്യാമ്പസിൽ നിന്ന് ഇറങ്ങിയവരും ഇപ്പോൾ KSUവിൻ്റെ ഭാരവാഹിത്വത്തിലുള്ളവർക്കും പോലും സഹിക്കാനാവുക? അവരപ്പോൾ അതിനോട് പ്രതിഷേധിക്കും. അപ്പുറത്ത് ABPയുടെ പ്രവർത്തകനായിരുന്ന RSSൻ്റെ കേസുകളിൽ നിരന്തരം ഹാജരായിക്കൊണ്ടിരുന്ന അഭിഭാഷകനെ ഗവൺമെൻറ് അഭിഭാഷകനായി നിയമിക്കുമ്പോൾ അതിനെതിരെ അതിശക്തമായ ഒരു വിമർശനം ഉന്നയിക്കും. കോൺഗ്രസ് ആയതുകൊണ്ട് അത് ഉറക്കെ തന്നെ ആയിരിക്കും. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ പക്ഷം ചേരലുകൾ ഉണ്ടായല്ലോ. ഇപ്പോൾ നിജേഷ് അരവിന്ദൻ, ചാണ്ടി ഉമ്മനും പോലെയുള്ള ആളുകൾ വി ഡി സതീശനെ അങ്ങനെ തള്ളിക്കളയേണ്ടതില്ല, മാത്രമല്ല KSU ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുകയാണ്, വെറുതെ കുഴപ്പമുണ്ടാക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പുറത്ത് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ജിൻഡോ ജോണിൻ്റെ ഒരു പോസ്റ്റ് വായിച്ചിട്ട് എനിക്ക് പകുതി കാര്യം മനസ്സിലായില്ല അതിനകത്ത്. കാരണം കംപ്ലീറ്റ് അല്ല, എല്ലാം സുരേഷ് ഗോപിയുടെ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത് പോലെ രൂക്ഷമായ ഭാഷയിൽ ഉള്ള വിമർശനമാണ്. വി ഡി സതീശനെ നേരിട്ട് വിമർശിച്ചിരിക്കുകയാണ് അതിനകത്ത്. ജിൻഡോ ജോണിനെ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ എഴുതാറുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത് രൂക്ഷമായി ഈ വിഷയത്തിൽ വിമർശിച്ചിരിക്കുന്നു. VR അനൂപ് KPCയുടെ വക്താവാണ്, അല്ലാതെ ചുമ്മാ ആരെങ്കിലും അല്ല. ജിൻഡോ ജോൺ വക്താവാണ്. അതെ. അപ്പോൾ ഇവരൊക്കെയാണ് ശക്തമായി ഈ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ പ്രതികരണത്തിൻ്റെ ശക്തി കൂടും. കാരണം എന്താണ്? അലോഷ്യസ് സേവ്യർ ആരാണ്? KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. വി ഡി സതീശന് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പോലും ആകാൻ പറ്റിയിട്ടില്ല ആയ കാലത്ത്. അപ്പോൾ ഇന്നത്തെ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന ആൾ ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ട് അദ്ദേഹത്തെ കാണാൻ ഇതുവരെ മുഖ്യമന്ത്രി കൂട്ടാക്കിയിട്ടില്ല. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ കാണാൻ കൂട്ടാക്കിയിട്ടില്ല. അവർ തന്നെ ഉയർത്തുന്ന VR അനൂപ് വക്താവ് ചോദിക്കുന്നത് എന്താ? KPCC വക്താവ് ചോദിക്കുന്നത് ഇവിടെ ഹിന്ദു ഐക്യവേദിയുടെ ശശികലയെയും RV ബാബുവിനെയും കാണാൻ വി ഡി സതീശന് സമയമുണ്ട്. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കാരണമടക്കം പ്രഖ്യാപിച്ചിട്ട് കാണാനായിട്ട് അനുവാദം കൊടുക്കുന്നില്ല. ന്യായമായ ഒരു കാരണമാണല്ലോ അത്. ഈ RV ബാബുവിനും ശശികലയ്ക്കും പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. ഇതിപ്പോൾ അവർ പരസ്യമായി പറയുന്ന കാര്യങ്ങളൊക്കെ വി ഡി സതീശനോട് പോയി രഹസ്യമായി പറയുമോ എന്നുള്ള അങ്കലാപ്പേ നമുക്കുള്ളൂ. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ കൃത്യമായ കാര്യങ്ങളാണല്ലോ KSUവിന് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ കേൾക്കാൻ ചെവി കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഇനി അതിനകത്ത് ചില ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ പ്രശ്നം കൂടിയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അലോഷ്യസ് സേവ്യറിനെ KSU പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാനായി അതിശക്തമായ പിന്തുണ കൊടുത്ത ഒരാളാണ് വി ഡി സതീശൻ. ഇപ്പോൾ ഈ കാണാൻ കൂട്ടാക്കാത്ത വി ഡി സതീശൻ. പക്ഷേ അലോഷ്യസ് സേവ്യർ ഇരുട്ടി വെളുക്കുമ്പോഴേക്ക് KC പക്ഷത്തേക്ക് മാറി, അല്ലെങ്കിൽ KCക്കൊപ്പം അണിനിരക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ കോൺഗ്രസിൽ ഈ പറയുന്ന പരസ്യമായ ഈ ആരോപണങ്ങൾക്കപ്പുറം ഇങ്ങനെ ചില രഹസ്യങ്ങൾ കൂടിയുണ്ട്. ഈ രഹസ്യങ്ങൾ കൂടിയാണ് ഇപ്പോഴത്തെ ഈ തർക്കത്തിന് കാരണമായി തീരുന്നത്. പക്ഷേ അവർക്ക് ഉന്നയിക്കാൻ പൊതുവെ ആളുകൾ കേൾക്കുമ്പോൾ ന്യായമാണല്ലോ എന്ന് തോന്നുന്ന ചില വിഷയങ്ങൾ കൂടിയുണ്ട്. KSUക്കാർ അതുകൊണ്ടാണ് അതിശക്തമായ പിന്തുണയുമായി ഈ ഘട്ടത്തിൽ തന്നെ. ഇപ്പോൾ KSUവിൻ്റെ ട്രഷറർ പേര് ഞാൻ പറഞ്ഞു, ആദിൽ, എന്നാൽ KSUവിൻ്റെ ട്രഷററുടെയൊക്കെ വിമർശനം എന്ന് പറയുന്നത് ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വി ഡി സതീശനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇനി അതിലൊക്കെ പോട്ടെ, ഇതൊക്കെ ഇങ്ങനെ വിമർശനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ നമ്മളുടെ പ്രധാനപ്പെട്ട പോയിന്റ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇന്നലെ വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച് പറഞ്ഞത് എന്താണ്? ലോയേഴ്സ് കോൺഗ്രസിൻ്റെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ ലോയേഴ്സ് കോൺഗ്രസ് അടക്കം പറഞ്ഞവരെ അല്ല നിയമിച്ചിരിക്കുന്നത് എന്നുള്ളത് വാർത്ത കൊടുത്ത പശ്ചാത്തലത്തിൽ കൂടിയാണിത്. ഈ ആരോപണത്തിനെ പ്രതിരോധിക്കാൻ അദ്ദേഹം ഈ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ കത്തെടുത്ത് കാണിക്കുന്നത് ഈ പേരുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന്. ഇന്ന് ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK റഹ്മാൻ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? PK റഹ്മാൻ പറയും, എനിക്കറിയില്ല, ഒരു കത്ത് തന്നു. ആ കത്തിനകത്ത് അഡ്വക്കേറ്റ് നോബൽ രാജും അഡ്വക്കേറ്റ് അനൂപ് നായരും, ഇവർ രണ്ടുപേരും ലോയേഴ്സ് കോൺഗ്രസിൻ്റെ നേരിട്ട് ഹോട്ട്ലൈൻ ബന്ധമുള്ള ഭാരവാഹികളാണ്. അവർ നിർദ്ദേശിച്ചതനുസരിച്ചുള്ള കത്താണ്, അവർ നിർദ്ദേശിച്ചതാണ് ഈ കത്തായിട്ട് അങ്ങോട്ട് കൊടുത്തത്. ഈ പേരുകൾ ഇങ്ങനെ തന്നെ കൊടുക്കണമെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമാണ്. മുഖ്യമന്ത്രി ഈ പേരുകളിൽ മാറ്റം വരുത്തരുത്
എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഇയാൾ ഈ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ഭാരവാഹിയുടെ കയ്യിൽ എത്തിക്കുന്നു. ആ ലെറ്റർ അങ്ങനെ തന്നെ മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് വരുന്നു. മുഖ്യമന്ത്രി അത് അംഗീകരിക്കുന്നു. അപ്പോൾ ആരുടെയാണ് തീരുമാനം? ആരുടെ തീരുമാനമാണ് അന്തിമമായി? അത് മുഖ്യമന്ത്രിയുടെ തന്നെയാണെന്ന് സംശയിക്കാമല്ലോ. കോൺഗ്രസ് പ്രവർത്തകരതാണ് സംശയിക്കുന്നത്. ഞാനോ സനീഷോ ഇവിടുത്തെ SFIയോ DYFIയോ ABVPയോ BJPയോ ഒന്നുമല്ല സംശയിക്കുന്നത്. ഈ പറയുന്ന എന്താണ് ഈ അഡ്വക്കേറ്റ് PK റഹ്മാൻ എന്ന് പറയുന്ന ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, അതുപോലെ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, ഇവർക്കൊക്കെ KPCC വക്താവ്, ഇവർക്കാണ് പ്രശ്നം. അതായത് ആ പാർട്ടി അവരാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ആ ചോദ്യത്തിന് തീർച്ചയായും മറുപടി പറയണം. മറുപടി പറഞ്ഞില്ലെങ്കിലും ഇപ്പോൾ ഇത് ഈ മട്ടിൽ ചർച്ചയാവില്ലല്ലോ. ശരി, അലോഷ്യസ് സേവ്യർ വരട്ടെ, കാണുന്നു ചില ആശങ്കകൾ അലോഷ്യസ് സേവ്യർ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാം, ആ ആശങ്കകളൊക്കെ ന്യായമായ ആശങ്കകൾ അവർക്ക് പറയാനുള്ള അവകാശമുണ്ടല്ലോ, അത് പരിഹരിക്കാം എന്നല്ലേ VD സതീശൻ പറയേണ്ടതെന്നാണ് ഞാൻ ന്യായമായി സംശയിക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ സംശയം തോന്നുന്നുണ്ടാ? നമുക്കൊരു 10-25 വർഷമായിട്ട് VD സതീശനെ അറിയാമല്ലോ. അദ്ദേഹം ഈ രാഷ്ട്രീയ പ്രവർത്തകനായി തന്നെ നമുക്ക് കുറേ അടുത്തറിയാം. അദ്ദേഹം വലിയ അനീതി കോൺഗ്രസിനുള്ളിൽ നേരിട്ട നേതാവൊക്കെ തന്നെയാണ്. അതായത് ഈ പറഞ്ഞതുപോലെ മാറ്റി നിർത്തപ്പെട്ട നേതാവാണ്. പല ഘട്ടങ്ങളിൽ മന്ത്രിസ്ഥാനത്തേക്ക് അവസാനം ഒഴിവാക്കപ്പെട്ടയാളാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒഴിവാക്കപ്പെട്ടയാളാണ്. KSU പ്രസിഡന്റ് ആകാൻ കഴിയാതെ പോയ നേതാവാണ്. ഇങ്ങനെയൊക്കെയുള്ള പല നിർണായകമായ ഘട്ടങ്ങളിൽ ഒഴിവാക്കപ്പെട്ടയാൾ ആ സമയത്തെല്ലാം അതിശക്തമായി പൊട്ടിത്തെറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും രൂക്ഷമായ ഭാഷയിൽ, ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുള്ള ഒരു നേതാവാണ് VD സതീശൻ. ആ സർക്കാർ ഉള്ള കാലത്ത് തന്നെയാണ് ഹരിത MLA-മാരെന്ന് പറഞ്ഞിട്ട് ഇവരൊരു ബ്ലോക്കായി അതിശക്തമായി സർക്കാരിൻ്റെ തന്നെ നിലപാടുകൾക്കെതിരെ പ്രതികരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു നേതാവ് ഈ അസ്വസ്ഥനായിക്കൂടാ. ഈ ഒപ്പം നിൽക്കുന്ന ഈ പുതുതലമുറയോട് അസ്വസ്ഥനായിക്കൂടാ. അവർക്ക് പറയാനുള്ളത് കേട്ടേ മതിയാകൂ. മാത്രമല്ല ക്ലാരിറ്റി കൊടുക്കണം. നമ്മളെപ്പോഴും പറഞ്ഞത് എന്താ, ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ VD സതീശനെതിരെ നടക്കുന്ന പ്രചാരണം എന്താണ്? VD സതീശൻ നുണ പറയുന്നു എന്നുള്ളതാണല്ലോ. വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ പറയുന്നു, അർത്ഥസത്യങ്ങൾ പറയുന്നു, ചോദ്യങ്ങളിൽ നിന്ന് അങ്ങനെ മറികടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതല്ലേ. അദ്ദേഹത്തിന് ഈസി ആയിട്ട് അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഈ കാര്യത്തിൽ ഈ പറയുന്ന ലോയേഴ്സ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പറയുന്നത് തെറ്റാണെങ്കിൽ ആ തെറ്റാണ് എന്നുള്ളത് വിശദീകരിക്കണം. അല്ലെങ്കിൽ ഇന്നലെ നമ്മളെ കേരളീയ സമൂഹത്തെ മൊത്തത്തിൽ ഒരു അങ്കലാപ്പിൽ കൊണ്ടു നിർത്തിയില്ലേ, സുകുമാരൻ നായരാണോ VD സതീശനാണോ കള്ളം പറയുന്നത് എന്നുള്ള ചർച്ചയിലേക്ക് പോകേണ്ടി വന്ന തരത്തിൽ ആ വിഷയം എത്തിയല്ലോ. അതുപോലെ അടുത്ത വിഷയമാണിത്. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ തന്നെ നടന്നത്. അതിപ്പോൾ ഇന്ന് പ്രസിഡന്റ് പറയുകയാണ്, ലോയേഴ്സ് കോൺഗ്രസ് പ്രസിഡന്റ്, ഞാൻ അറിഞ്ഞിട്ടില്ല, ഇത് മുഖ്യമന്ത്രി പറഞ്ഞ ലിസ്റ്റ് അങ്ങോട്ട് കൊടുത്തതാണ് എന്നയാൾ പറയുന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിലൊക്കെ കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തി മുന്നോട്ട് പോകണം. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ ഇവർ ഈ കാര്യങ്ങളെ വിശദീകരിക്കുമ്പോൾ ഇവർ ആവർത്തിച്ച് പറഞ്ഞു പോകുന്ന ഒരു കാര്യം, ഇത് ഞങ്ങൾ എല്ലാ തുറന്ന വിമർശനവും നടത്താനുള്ള അവകാശമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ആ വിമർശനങ്ങൾ നടത്തുന്നു എന്നാണ്. ആ നിലയ്ക്ക് ഇത് കൊള്ളാം. പക്ഷേ ഇതൊരു കൂട്ടുത്തരവാദിത്തമില്ലാത്ത സംഗതിയാണ് എന്ന തോന്നലുണ്ടാകും. ഈ സർക്കാർ ഇന്ന് എടുത്ത ഒരൊറ്റ തീരുമാനം കൂടി പറഞ്ഞിട്ട് 1 മിനിറ്റ് കൊണ്ട് ഞാൻ കൈമാറാം. അതായത് ഈ വഖഫ് ബോർഡ് വിഷയത്തിൽ UDF സർക്കാർ ഇതിപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം കണ്ടോ? എന്താണ് അത്? ആരൊക്കെയാണ്? അതായത് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഷോൺ ജോർജ് അടക്കം 4 ഹർജികളാണ് വന്നിരിക്കുന്നത് ഈ ഹൈക്കോടതിയിൽ. അത് ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഹർജിയാണ് ആ പോയിരിക്കുന്നത്. ആ ഹർജികളിന്മേൽ ഈ ഹർജിക്കാരൻ്റെ നിലപാട് തന്നെ കോടതിയിൽ സർക്കാർ സ്വീകരിച്ചിരിക്കുകയാണ്. എങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ സനീഷ, അതായത് അതിനകത്ത് ഈ അമുസ്ലിങ്ങളെ ഈ ഉൾപ്പെടുത്തിക്കൊണ്ട് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് കോൺഗ്രസിൻ്റെ ഒരു സർക്കാർ, ഈ രാജ്യത്തെ സർക്കാർ സമ്മതിച്ചിരിക്കുകയാണ് ഹൈക്കോടതിയിൽ. അങ്ങനെ സത്യവാങ്മൂലം കൊടുത്തിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ ഇവർ കേസ് നടത്തിക്കൊണ്ടിരിക്കുക ഇത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്നേരമാണ് കോൺഗ്രസ് അവിടെ ഇത് പറ്റില്ല എന്നുള്ള വാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ സർക്കാർ ഈ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താം എന്നുള്ളത് അംഗീകരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ലീഗ് എവിടെയാണ്? ഈ കാര്യങ്ങളിലൊക്കെ കർശനമായി പ്രതികരിക്കേണ്ട ലീഗിൻ്റെ നിലപാട് എന്താണ്? ഇപ്പോൾ ഈ വിഷയത്തിൽ ലീഗിന് അവിടെ അഭിഭാഷകരുണ്ടല്ലോ, അവരെന്ത് നിലപാടാണ്? സർക്കാർ അഭിഭാഷകർ തന്നെയുണ്ടല്ലോ, അവരെന്ത് ഉപദേശവും നിലപാടുമാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനപരമായി ഈ സർക്കാരിൻ്റെ പോക്കിൽ, അതായത് അധികാരത്തിൽ വരുന്നതിന് മുൻപ് കോൺഗ്രസ് പറഞ്ഞ വിഷയങ്ങളിൽ നിന്ന്, അതിൻ്റെ മുദ്രാവാക്യങ്ങളിൽ നിന്ന്, നിലപാടുകളിൽ നിന്ന് ഇത് വ്യതിചലിക്കുന്നു എന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ട്. ആ സംശയം വരുമ്പോഴാണ് കോൺഗ്രസ്സുകാർ പ്രതിഷേധിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായി കോൺഗ്രസിനെ പിന്തുണച്ച മുസ്ലിം സംഘടനകൾ ഇന്നിപ്പം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു. അവർക്ക് കാരണം
ഒരു വല്ലാത്ത നിലപാടല്ലേ സ്വീകരിച്ചിരിക്കുന്നത്. ഈ വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താമെന്നുള്ള നിലപാട് വേണമെങ്കിൽ ന്യായം പറയാം. മുസ്ലിങ്ങളായിട്ടുള്ള നേതാക്കന്മാർ മുസ്ലിം ലീഗിലൊക്കെ ഉണ്ട്, അങ്ങനെ രണ്ടുപേരെ അങ്ങോട്ട് ഒപ്പിക്കാമെന്ന്. ഇത് സുപ്രീം കോടതിയിൽ പോയി പറയാൻ പറ്റുമോ? അങ്ങനെയല്ലല്ലോ അവിടെ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ കുറെ കൂടി കൂട്ടുത്തരവാദിത്വത്തോടെ പിന്തുണച്ചവരെയും ഒപ്പം നിൽക്കുന്നവരെയും വിശ്വാസത്തിലെടുത്ത് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സമീപനത്തിലേക്ക് സർക്കാർ പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരു വിരോധവും ഇല്ല, നമുക്ക് വളരെ സജീവമായി ചർച്ചകളിലേക്ക് പോകാനുള്ള വിഷയങ്ങളാവും. അതാണ് അതിനകത്ത് ഹർഷം പറഞ്ഞതല്ലാണ്ട് ഇതിനകത്ത് ഒരു കാര്യം എനിക്ക് തോന്നുന്നതേ, വി ഡി സതീശന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള പക്ഷത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ 10 വർഷക്കാലത്തിനെതിരെ അതിശക്തമായിട്ടുള്ള ജനരോഷം കൂടെ വന്നിട്ട് അതിൻ്റെ ഗുണഫലങ്ങൾ എടുത്തിട്ട് 102 സീറ്റ് എന്ന വലിയ നമ്പറുമായിട്ട് അധികാരത്തിൽ വന്നത് അദ്ദേഹത്തിന് വ്യക്തമായിട്ടും അറിയാം. ഇവർ ഇടതുപക്ഷമാണെങ്കിൽ വലതുപക്ഷത്തിൻ്റെ വോട്ടപ്പാട് കിട്ടിയിട്ടാണ്. വലതുപക്ഷത്തിനകത്ത് കോൺഗ്രസ് മാത്രമൊന്നുമല്ല, നമ്മളീ പറയുന്ന വലതുപക്ഷം എന്നുള്ളത് അദ്ദേഹം യഥാർത്ഥ ഇടതുപക്ഷത്താണ് അദ്ദേഹത്തിൻ്റെ പക്ഷത്തെ വിളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് കൂട്ടിയാൽ മതി, കോൺഗ്രസും മറ്റും ഒക്കെ ചേർന്നിരിക്കുന്ന ഈ സംഗതിയെ. പക്ഷേ ഞാനതിനോട് ചേർത്ത് വെക്കുന്നത് വലതുപക്ഷം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ, അതെന്ന് വെച്ചാൽ CPM-ൻ്റെയും CPI-യുടെയും ഇടതുപക്ഷത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് 102 സീറ്റ് എന്ന വലിയ നമ്പർ കൊടുത്ത ഈ വലിയ പക്ഷം അപ്പാടെ തൻ്റെ പക്ഷമാണ് എന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ട്. ആ പക്ഷത്തിനകത്ത് കോൺഗ്രസ് മാത്രമല്ല, ഈ ഹിന്ദുത്വ സംഘടനകൾ കൂടെയുണ്ട്. അപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ടുവന്ന് അദ്ദേഹം നേരത്തെ തന്നെ ചേർത്തിരുന്നു. പക്ഷേ ഈ പറയുന്ന ഹിന്ദുത്വ സംഘടനകളും ഹിന്ദുത്വ മനസ്സുള്ള ആളുകളും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു വോട്ട് കുറച്ചുകൂടെ സജീവമായിട്ടൊരു വോട്ട് സംഗതിയായി മാറിയ 3 MLA-മാരെ നിയമസഭയിലേക്ക് പറഞ്ഞേക്കാൻ മാത്രം പ്രാപ്തരായിട്ട് ആ ഒരു പക്ഷത്തിൻ്റെ കൂടെ പിന്തുണ തനിക്കുണ്ട് എന്ന്, രാഷ്ട്രീയമായിട്ട് പിന്തുണ തനിക്കുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരിക്കും. നിശ്ചയമായിട്ടും അദ്ദേഹം ആ പിന്തുണ തൽക്കാലത്തേക്ക് അത് വേണം എന്ന് വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശശികലയും RV ബാബുവും ഒക്കെ വന്ന് കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹം അയ്യോ കാണണ്ട എന്ന്, അദ്ദേഹം നിങ്ങളെ കാണാൻ പറ്റില്ല എന്നൊരു നിലപാട് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്ന ആളല്ല ഞാൻ. അദ്ദേഹത്തിന് അങ്ങനെ ഒരു നിലപാട് എടുക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്ന ആളല്ല ഞാൻ. സ്വാഭാവികമായിട്ടും കാണേണ്ടി വരും എന്ന് മാത്രമല്ല, വന്ന് കണ്ടതുകൊണ്ട് നമുക്കിന്ന് മറ്റേ RV ബാബു വന്നിട്ട് ചെവിയിൽ പറയുകയാണ് നമുക്ക് വയനാടിൻ്റെ പേര് ഹനുമാൻ വട്ടം എന്ന് മാറ്റണം എന്ന് പറഞ്ഞാൽ ഉടനെ എന്നാൽ പിന്നെ ശരി എന്ന് പറഞ്ഞത് അംഗീകരിച്ചു കൊടുക്കുന്ന ആളൊന്നുമല്ല. എന്ന് വെച്ചാൽ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് വന്ന് കണ്ട് സംസാരിച്ചത് കൊണ്ട് അത് നടപ്പാക്കി കൊടുക്കുന്ന ആളൊന്നുമല്ല VD സതീശൻ. എന്ന് മാത്രമല്ല, നമ്മൾ അതിന് ഉദാഹരണം നമ്മുടെ മുമ്പിൽ ഇപ്പം തന്നെ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ ശ്രീധരൻ വന്നിട്ട് വലിയൊരു പ്രൊജക്ട് റിപ്പോർട്ട് കൊടുത്തു, അദ്ദേഹം അത് സ്വീകരിച്ചില്ലല്ലോ. വിളിച്ചിരുത്തി മാന്യമായിട്ടിരുത്തി സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രായം കൂടുതലും അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലെ ബഹുമാന്യതയും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനിലുള്ള എക്സ്പെർട്ടൈസും എല്ലാം വെച്ചിട്ട് നന്നായിട്ട് സംസാരിച്ചു. പേപ്പറെല്ലാം വാങ്ങിച്ചു വെച്ചു. നിശ്ചിതമായൊരു കാലയളവ് നോക്കിയിട്ട് ഞങ്ങളത് നടപ്പാക്കാനൊന്നും പോകുന്നില്ല എന്നുള്ള മട്ടിൽ സംസാരിച്ചല്ലോ ഇന്നലെ. അപ്പോൾ അതുകൊണ്ട് ഈ എതിരാളികളും ഈ പറയുന്ന ആളുകളെല്ലാം വന്ന് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അംഗീകരിക്കാനൊന്നും അദ്ദേഹം തയ്യാറല്ല. അദ്ദേഹം തയ്യാറാകുമെന്ന് വിചാരിക്കേണ്ട. പക്ഷേ ഇവരെല്ലാം തങ്ങളുടെ പക്ഷമാണ്, അവരോടെല്ലാം സംസാരിക്കുകയും ആ നിലക്ക് അവരെ എതിർക്കുന്നില്ല എന്ന തോന്നൽ പുറത്തേക്ക് കൊടുക്കുകയും വേണം എന്ന് നിശ്ചയമായിട്ടും അദ്ദേഹം കണക്കാക്കുന്നുണ്ടാകണം. അതൊരു കാരണമായിരിക്കാം. പിന്നെ രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന വക്കീലന്മാരെ, ഗവൺമെൻറ് ബ്രീഡർമാരെ നിയോഗിച്ചു. അദ്ദേഹത്തിന് വിശദീകരിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ CPM-ൻ്റെ മഹോ നേതാവായിരുന്ന G. സുധാകരൻ അവരുടെ കൂടെയല്ലേ, B. കുഞ്ഞികൃഷ്ണൻ അവരുടെ കൂടെയല്ലേ, TK ഗോവിന്ദൻ അവരുടെ കൂടെയല്ലേ, കുറച്ചു കാലം മുമ്പ് വരെ BJP-യുടെ ആളായിരുന്ന സന്ദീപ് വാര്യർ അവരുടെ കൂടെയല്ലേ. ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള മാറ്റം എന്ന് വെച്ചാൽ കോളേജ് പഠിക്കുമ്പോൾ SFI-കാരനായിരിക്കുമോ ABP-കാരനായിരിക്കുമോ ചെയ്യുന്ന ഒരാൾ സർക്കാർ വന്നു ഇവരുടെ വലിയ ജനസമ്മതിയിൽ അന്തം വിട്ടിട്ട് അതുകൊണ്ട് കിട്ടുന്ന സൗകര്യങ്ങൾ ഞങ്ങൾക്കൂടെ കിട്ടട്ടെ എന്ന് വെച്ചാൽ രാഷ്ട്രീയം മാറാമല്ലോ. പക്ഷേ അത് അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. അത് അവിടെ അടുത്താണ്. ഈ പറഞ്ഞിടങ്ങളിലൊന്നും ഒരു വശവും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു മുഖ്യമന്ത്രിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ അത് പറയുമ്പോൾ KSUക്കാരോട് നിങ്ങളാണോ തീരുമാനം എടുക്കുന്നത്, ലോ കോളേജിലെ KSUക്കാരാണോ തീരുമാനം എടുക്കുന്നത് എന്ന് ചൂടാവുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് സ്വന്തം പക്ഷത്തിലൊരാളോട് എന്തിനാണ് ചൂടാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ, അല്ല അവർ നമ്മുടെ ആളുകളായി മാറിയിട്ടുണ്ട്, നിങ്ങളിങ്ങോട്ട് വരൂ നമുക്ക് സംസാരിക്കാം എന്ന് സൗമ്യമായിട്ട് പറയുന്നതിന് പകരം ഉടക്കുന്നത് എന്തിനാണ്? അത് സ്വന്തം പക്ഷത്തോട് ഉടക്കുന്നത് എന്തിനാണ്? 2 വക്താക്കൾ നമ്മൾ കാണുമ്പോൾ 2 മാസം കഴിഞ്ഞതേ ഉള്ളൂ ഈ സർക്കാർ വന്നിട്ട്. 2 യുവ വക്താക്കൾ വന്നിട്ട് ഈ സർക്കാരിനെതിരെ ചറപറ ഇങ്ങനെ ശക്തമായിട്ട് വിമർശിക്കേണ്ടുന്ന സാഹചര്യം VD സതീശനായിട്ട് ഉണ്ടാകുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. അവരെ വിളിച്ച് സംസാരിച്ചാൽ പോരെ? ഈ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കുന്നിടത്ത് അങ്ങനെ പറ്റില്ല, ഞാൻ എൻ്റെ റഫായിട്ട് രീതിയിൽ പെരുമാറൂ എന്ന് ഇദ്ദേഹം വെക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ സീരിയസ് ആയിട്ട് അർഷനോട് ചോദിക്കുമ്പോൾ ആദ്യം പറഞ്ഞത് എനിക്കിത് മനസ്സിലാകുന്നില്ല എന്നാണ്. എന്തിനാണ് അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കുന്നിടത്ത് ഇത് അലോഷ്യസ് സേവറിനെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ അലോഷ്യസ് സേവറെ ഇന്നതാണ് സംഭവം, നമ്മൾ ഇന്ന കാരണം കൊണ്ടാണ് ഈ കാര്യം ഇങ്ങനെ ചെയ്തിരിക്കുന്നത്, ഈ 2 ആളുകൾ ഇങ്ങനെ വന്നിരിക്കുന്നു, ഇന്ന കാര്യങ്ങളിൽ നമുക്ക് അവർ ആവശ്യമുണ്ട്, ഇത് നമ്മുടെ കയ്യിലാണ് രാഷ്ട്രീയമായ കൺട്രോൾ, അവരിനി ഇപ്പോൾ തിരിച്ചൊരു നിലപാട് എടുത്താൽ പോലും നമുക്കത് നടപ്പാക്കാൻ പറ്റുന്നേ ഉള്ളൂ എന്ന് അവരോട് വിശദീകരിച്ചാൽ പോരെ? വിശദീകരിക്കുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് ഞാനാണെല്ലാം നടപ്പാക്കുന്നതെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ഞാനാണ് പ്രധാനി എന്ന് കാണിക്കണമെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ എക്സൈസ് മന്ത്രി അറിയാതെ
നമ്മുടെ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം വന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം പോയിട്ട് വി ഡി സതീശൻ ഇരിക്കുന്ന ഒരു സ്റ്റേജിൽ ഇരുന്നിട്ട് വി ഡി സതീശൻ മഹാനാണ്, അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ഗംഭീരമാണ്. വി എം സുധീരൻ മഹാനാണ്, അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം ഗംഭീരമാണ്. പക്ഷേ മാധ്യമങ്ങൾ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്താണെന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രസംഗം അദ്ദേഹം അവിടെ നടത്തിയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഞാൻ എന്നുള്ള ഒരു ആധിപത്യം, ഒരു രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കാൻ, സമൂഹത്തിലും സ്വന്തം പാർട്ടിക്കകത്ത് സ്ഥാപിക്കാൻ ഇവരോട് ഉടക്കി നിൽക്കുന്നതാണ് തുടക്കം മുതലേ നല്ലത് എന്ന ഒരു രാഷ്ട്രീയ ബുദ്ധി ആയിരിക്കുമോ വലിയ വായനക്കാരനും ആ നിലക്ക് ബുദ്ധിജീവിയുമായ പി രാജീവാണ് ബുദ്ധിജീവി, ഞാൻ ബുദ്ധിജീവിയല്ല, ഞാൻ നാട്ടുമ്പുറത്തുകാരനാണ് എന്ന് വെച്ചാൽ നാട്ടുമ്പുറത്തുകാരിൽ ബുദ്ധിജീവിയില്ല എന്നുകൂടെ പറഞ്ഞിട്ടാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ നിലക്ക് ഉള്ളൊരു കാര്യമാണ് അദ്ദേഹം നടക്കുന്നതായി തോന്നുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താത്ത, പക്ഷേ അതായത് ഇത് ഒരു കമ്പനിയുടെ സിഇഒഷിപ്പോ അല്ലെങ്കിൽ അതിന് ഒരു ഓണർഷിപ്പോ പിടിക്കുന്ന പോലെ അല്ലല്ലോ ഒരു രാഷ്ട്രീയ സംഗതി. ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് അതിന് സമ്പൂർണ്ണമായിട്ടും രാഷ്ട്രീയമാണ് അതിൻ്റെ കാര്യം, സമ്പൂർണ്ണമായിട്ടും രാഷ്ട്രീയമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ച ഇടതുപക്ഷ സർക്കാരിനോടുള്ള അതിശക്തമായിട്ടുള്ള വിയോജിപ്പ്, രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പ് സമൂഹത്തിലാകെ ഉണ്ടായി വരികയും അതിനെതിരായിട്ടുള്ള ഒരു പക്ഷം രാഷ്ട്രീയമായിട്ടുള്ള പിന്തുണകളാൽ ഉണ്ടാകുകയും ചെയ്തിട്ട് രാഷ്ട്രീയമായിട്ടൊരു സർക്കാർ വന്നതാണ്. അല്ലാതെ ഇത് ഈ പണത്തിൻ്റെ മറച്ചിലോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ തലപ്പത്തേക്ക് ഒരാൾ വരുന്നതോ പോലുള്ളൊരു സംവിധാനമല്ല. അപ്പോൾ ആ രാഷ്ട്രീയമായിട്ടുള്ള മൂവ്മെൻറ്റിൽ ഇദ്ദേഹത്തിനൊപ്പം നിന്ന ആളുകളാണ് ഈ KSUക്കാരും ഈ അനൂപ് വിയാറും ഈ പറയുന്ന ജിൻഡോ ജോണും ഒക്കെ. അവരുടെയും കൂടെ പണിയാണ്. അവർ കൂടെ എടുത്തു വെച്ച ഒരു ഇഷ്ടിക ഇദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന ഈ സർക്കാർ മണിമന്ദിരത്തിനുണ്ട്, ഈ ഭരണത്തിൻ്റെ മണിമന്ദിരത്തിനുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്തതാണ്. അപ്പോൾ അവർ പറയുന്നതിൽ എന്താ അത്ഭുതം? ഞങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് നിങ്ങൾ ഞങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത് എന്തിനാണ് എന്ന ചോദ്യം സ്വാഭാവികമായിട്ട് അവരുടെ വരില്ലേ? KSUവിൻ്റെ ട്രഷറർ, സംസ്ഥാന ട്രഷറർ പറയുന്നത് മുക്കാൽ പിണറായി വിജയനെ അല്ല ഞങ്ങൾ അവിടെ ഇരുത്താൻ ഉദ്ദേശിച്ചിരുന്നത്. അതാണ് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതായത് എന്തിനാണ് ഈ ദിവസങ്ങളിൽ അങ്ങനെ ഉടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സതീശന് മാത്രമേ അറിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം അതാണ്, അതായത് ഞാൻ ഭയങ്കരനാണ് കേട്ടോ എന്ന് പൊതുസമൂഹത്തോടും പാർട്ടിക്കാരോടും എന്നോട് കളിക്കരുത് കേട്ടോ എന്ന് ആദ്യമേ അങ്ങോട്ട് അടിച്ചിട്ട് ചില ക്ലാസ്സുകളിലേക്ക് സ്കൂൾ തുടങ്ങുമ്പോൾ കോളേജ് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ചില ആൾക്കാർ വന്നിട്ട് ആദ്യം തന്നെ അടിച്ചൊരു പ്രശ്നം ഉണ്ടാക്കുമല്ലോ, ഒരു കുഴപ്പമുണ്ടാക്കിയിട്ട് ഇവനെ ഒന്ന് പേടിക്കണം എന്ന മട്ടിൽ ചെയ്യുകയാണോ സതീശൻ എന്ന് ന്യായമായിട്ട് എനിക്ക് എൻ്റെ ബുദ്ധി സതീശനെ പഠിപ്പിച്ചതാണോ എന്നുള്ളതും സംശയിക്കണം. കാരണം വേറൊന്നുമല്ല, അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം അവിടെ ഈ പറഞ്ഞതുപോലെ നിയമസഭയിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ തിരക്ക് കൊണ്ട് നിൽക്കാൻ വയ്യ. അത് കോൺഗ്രസ്സുകാർ ആ ആവേശം കൊണ്ടാണ് അവിടെ വല്ലാതെ എത്തിച്ചേരുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടായി. ഈ സമ്മർദ്ദം ചിലപ്പോൾ താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ KSUവിനെ പരിഹസിച്ചുള്ള മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രസ്താവനയിൽ കോൺഗ്രസിനുള്ളിൽ അമർഷം പുകയുകയാണ്. പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന ഉയർത്തിയ വിഷയത്തോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഈ രീതിയിലല്ല വേണ്ടത് എന്ന വിമർശനവും ശക്തമാണ്. പ്ലീഡർ നിയമനത്തിൽ തനിക്ക് പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്നും മാധ്യമങ്ങളാണ് വിവാദം ഊതിപ്പെരിപ്പിക്കുന്നത് എന്നുമാണ് വി ഡി സതീശന്റെ വാദം. എന്നാൽ തങ്ങൾ കൊടുത്ത പട്ടികയിൽ നിന്നാണ് പ്ലീഡർ നിയമനം നടത്തിയത് എന്ന മുഖ്യമന്ത്രിയുടെ വാദം ലോയേഴ്സ് കോൺഗ്രസ് തള്ളിയതോടെ മുഖ്യമന്ത്രി വീണ്ടും പ്രതിരോധത്തിലാവുകയാണ്.